അതുമായി ബന്ധപ്പെട്ട് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ സ്റ്റിയറിംഗ് കമ്മിറ്റിയോട് ചർച്ച ചെയ്യുകയുണ്ടായി. ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി ശ്രീ KM ഷാജി. ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ. ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി പറഞ്ഞത് PMAY പദ്ധതിയിൽ അതിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല, ഒരു എംബ്ലമാണ് വച്ചിട്ടുള്ളത്. ഇതാണ് ബഡ്ജറ്റ് അവതരണ സമയത്ത് കോർപ്പറേഷൻ സ്വീകരിച്ച നിലപാട്. ആ നിലപാടിന് അനുകൂലമായി അത് സമൂഹത്തോട് തുറന്നു സമ്മതിച്ച ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജിയെ ഈ കോർപ്പറേഷൻ അഭിനന്ദിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഹാർബർ വാർഡിലെ ഫ്ളാറ്റ് നിർമ്മാണത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തപ്പോഴേക്കും അതിൽ നിരവധി അപാകതകൾ ഉള്ളതായിട്ട് കോർപ്പറേഷൻ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ചീഫ് സെക്രട്ടറിയോട് സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുവാനും ആ യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുടെ തുടക്കം മുതൽ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഫോറൻസിക് ഓഡിറ്റ് വിധേയമാക്കുവാനും തീരുമാനിച്ചിരിക്കുന്ന വിവരം ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അറിയിക്കുകയാണ്. ഇനി അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അജണ്ട നമ്പർ 207, 214, 219, 221, 222, 251, 252, 254, 261, 271, 276, 284, 317, 326, 328, 335, 336, 353, 356, 371, 372, 375, 383, 420, 427, 427, 426, 456, 475, 479, 497 എന്നീ അജണ്ടകൾ മാറ്റിവെച്ചിരിക്കുന്ന വിവരം അറിയിക്കുകയാണ്. നമുക്ക് അജണ്ടയിലേക്ക് കടക്കാം. എല്ലാ കൗൺസിൽ അംഗങ്ങളും അജണ്ട ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കൗൺസിൽ അംഗങ്ങളും നമുക്ക് കോർപ്പറേഷനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അജണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കൗൺസിൽ അംഗങ്ങളും നിശബ്ദമായിരുന്ന അജണ്ടയിൽ പങ്കെടുക്കണം, ചർച്ചയിൽ പങ്കെടുക്കണം. ചർച്ചയിൽ എല്ലാം പറയാനുള്ള അവസരം ഉണ്ടാകും. ഇത്തരത്തിൽ ശബ്ദമുഖരിതമായി സഭ മുന്നോട്ട് പോയാൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. ബഹുമാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ചർച്ചയിൽ പങ്കെടുക്കണം. അജണ്ടകൾ നിരവധി ദിവസങ്ങൾക്ക് മുമ്പ് എത്തിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കണം. അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കണം. ഈ കൗൺസിൽ ഉണ്ടാകെ തന്നിട്ടുള്ള എല്ലാ അജണ്ടകളും പാസ്സായെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൗൺസിൽ അവസാനിച്ചിരിക്കുന്നു. പിരിച്ചുകൊടുക്കുന്ന നന്ദി, നമസ്കാരം.